ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാർഷിക വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം, പാലുൽപാദനം. അതുപോലെ തന്നെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. നീലവിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് മത്സ്യോൽപാദനമാണ്. നീലവിപ്ലവം, മത്സ്യോൽപാദനം. മഞ്ഞ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് എണ്ണക്കുരു ഉൽപാദനമാണ്. എണ്ണക്കുരു ഉൽപാദനം, മഞ്ഞ വിപ്ലവം. രജത വിപ്ലവം എന്ന് പറയുന്നത് മുട്ടയുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. രജത വിപ്ലവം, മുട്ടയുൽപാദനം. തവിട്ടു വിപ്ലവം എന്ന് പറയുന്നത് രാസവളം, തുകൽ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. രാസവളം, തുകൽ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് തവിട്ട് വിപ്ലവം. മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. മഴവിൽ വിപ്ലവം, പച്ചക്കറി ഉൽപാദനം. ഹരിത വിപ്ലവം നമുക്കറിയാവുന്നതാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവം, പഴം പച്ചക്കറി ഉൽപാദനം. മാത്രമല്ല, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ്, അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഔഷധം, ചെമ്മീൻ കൃഷി എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് പിങ്ക് വിപ്ലവം. അപ്പോൾ പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പിങ്ക് വിപ്ലവം ഔഷധം, ചെമ്മീൻ കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ടത്. ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രേ വിപ്ലവം, ഭവന നിർമ്മാണം. ബ്ലാക്ക് വിപ്ലവം, പേര് പോലെ തന്നെ കൽക്കരി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വിപ്ലവം. ബ്ലാക്ക് വിപ്ലവം, കൽക്കരി ഉൽപാദനം. അപ്പം നമ്മൾ ആദ്യം ഹരിത വിപ്ലവത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ഹരിത വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബോർലോഗ് ആണെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ചിലപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് കാണുമ്പോഴും ആ ആൻസർ തന്നെ എഴുതി നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കാർഷിക വിപ്ലവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ. കാർഷിക വിപ്ലവങ്ങളായിരുന്നു നമ്മളുടെ ടോപ്പിക്ക്. കേട്ടിട്ട് കാറ്റഗറി 1-ലായാലും 2-ലായാലും സയൻസിൽ നിന്ന് അല്ലെങ്കിൽ EVS-ൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് ഇതെല്ലാം. കാർഷിക വിപ്ലവങ്ങളുടെ അല്ലെങ്കിൽ കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. ചിലപ്പോൾ PSC ബേസ്ഡ് നമ്മുടെ ഈ സയൻസ് EVS ഒക്കെ ബേസ്ഡ് ആയിട്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തരം കാർഷിക വിപ്ലവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. പരീക്ഷയൊക്കെ വരാറായി. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. കേട്ടിട്ട് എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക്